LTE ലോങ് ടൈം ഇവല്യൂഷൻ. ഓക്കെ, LTE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ അത് നമ്മളുടെ ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ മൊബൈൽ നെറ്റ് ആക്സസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ VOLTE എന്ന് എഴുതിയിട്ടുണ്ടാവും, ചിലവർക്കത് LTE എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടാവും. ഓക്കെ, അത് ഉദ്ദേശിക്കുന്നത് നമ്മുടെ നെറ്റ്വർക്കിൻ്റെ സ്പീഡിനെ വാല്യുവേറ്റ് ചെയ്യുന്നൊരു ഇതാണ് LTE എന്ന് പറയുന്നത്. ഓക്കെ, നോർമലി അത് 4G എന്ന് പറഞ്ഞ ടെക്നോളജിയുമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് LTE എന്ന് പറയുന്നത്. It was started as a project in 2004 by Telecom Unification Body known as Third Generation Partnership Project. 3GPP എന്ന് പറഞ്ഞ പ്രൊജക്റ്റിൻ്റെ ബേസ് ആയിട്ട് തുടങ്ങിയതാണ് LTE എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഇവോൾവ്ഡ് ഫ്രം യൂണിവേഴ്സൽ മൊബൈൽ ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. നമ്മുടെ GSM പറയണ പോലെ തന്നെ GSM ടെക്നോളജി എന്ന് പറയുമ്പോൾ 2G ആണ്, വേറെ UMT എന്ന് പറയുമ്പോൾ 3Gയിൽ വരുന്നൊരു ഫീച്ചറാണ്. സോ UMTയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് വന്നൊരു കാര്യമാണ് LTE എന്ന് പറയുന്നത്. ഓക്കെ, അത് ഹൈ ഡേറ്റ റേറ്റ്, അതേപോലെ ലോ ലാറ്റൻസി, പാക്കറ്റ് ഒപ്റ്റിമൈസ്ഡ് ഡേറ്റ ആക്സസ് ടെക്നോളജി, ഫ്ലെക്സിബിൾ ബാൻഡ് വിഡ്ത്ത് ഡിപ്ലോയ്മെൻറ്റ്സ് അതൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതാണ് LTE എന്ന് പറയുന്നത്. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് ഇവിടെ എഴുതി വെക്കുന്നത്. ഹൈ ത്രോട്ട്പുട്ട്, ലോ ലാറ്റൻസി, FDD ആൻഡ് TDD സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതിൻ്റെ FDD TDD ആണ് അവിടെ പ്ലാറ്റ്ഫോമിൽ ഉള്ളത്. സപ്പോർട്ട് എൻഡ് യൂസർ എക്സ്പീരിയൻസ്, സീംലെസ് കണക്ഷൻ, അതായത് ഒരു ഇതില്ലാതെ ഡിലേ ഇല്ലാതുള്ളൊരു കണക്ഷൻ, പ്ലഗ് ആൻഡ് പ്ലേ സർവീസ്, സിമ്പിൾ ആർക്കിടെക്ചർ, ഇത്രയാണ് അതിൻ്റെ ഫീച്ചേഴ്സിൽ വരുന്നത്. LTEയുടെ ആർക്കിടെക്ചറിന് പറയുന്ന പേരാണ് നെറ്റ്വർക്ക് ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. അതിൽ 3 മെയിൻ കമ്പോണൻസ് ആർ ദർ: യൂസർ എക്യുപ്മെൻറ്റ്, ഇവോൾവ്ഡ് UMTs, ടെറസ്ട്രിയൽ റേഡിയോ ആക്സസ് നെറ്റ്വർക്ക് EUT, EUTRAN, നെക്സ്റ്റ് ഇവോൾവ്ഡ് പാക്കറ്റ് കോർ EPC എന്ന് പറഞ്ഞിട്ട്. സോ അങ്ങനെ 3 കമ്പണൻസ് ആണ് ഉള്ളത് ഇതിൽ. ഓക്കെ, ഇതാണ് ഇവിടെ തന്നേക്കുന്നത് ആ 3 കാര്യങ്ങൾ. EU എന്ന് പറയുന്നത് യൂസർ എക്യുപ്മെൻറ്റ്, നെക്സ്റ്റ് വൺ EUTRAN, ലാസ്റ്റ് വൺ EPC എന്ന് പറയുന്നത്. സോ ഈ EPC എന്ന് പറയുന്നതാണ് ഔട്ട്സൈഡ് വേൾഡുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ബാക്കി അവിടെയുള്ള 2 ആരോമാർക്ക് അത് ഒരെണ്ണം സിഗ്നൽസ് ആയിട്ടും മറ്റത് ട്രാഫിക് ആയിട്ടുമാണ് റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് യൂസർ എക്യുപ്മെൻറ്റ്. ഓക്കെ, സിമിലർ ടു UMTS ആൻഡ് GSM വിച്ച് ഈസ് ആക്ച്വലി എ മൊബൈൽ എക്യുപ്മെൻറ്റ്. ഏത് ടെക്നോളജി ആയിക്കോട്ടെ അവിടെ EU എന്ന് പറയുന്നത് യൂസർ എക്യുപ്മെൻ്റ് ആണ്. ഓക്കെ, ദാറ്റ് ഈസ് നോർമലി അതിനെ പറയുന്നതാണ് മൊബൈൽ എക്യുപ്മെൻറ്റ് അല്ലെങ്കിൽ യൂസർ എക്യുപ്മെൻറ്റ്. ഇനി EUTRAN, ദി ആക്സസ് നെറ്റ്വർക്ക്. സോ EPCD EUD ഇടയിലുള്ളതാണ് EUTRAN എന്ന് പറയുന്നത്. So EUTRAN handles radio communications between mobile and the evolved packet core. മൊബൈലും EPCയും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ്റെ ഇടയിൽ വരുന്ന നെറ്റ്വർക്കാണ് EUTRAN എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഒരു ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷൻ, ആ ഒരു നെറ്റ്വർക്ക്സിനെ പറയുന്ന പേരാണ് EUTRAN എന്ന് പറയുന്നത്. ദ ഇവോൾവ്ഡ് ബുക്ക് സ്റ്റേഷൻസ് E0B or ENB. Each ENB is a base station that controls the mobiles in one or more calls. ഓക്കെ, ഈ ഒരു 3 ഡിവൈസസിനെ പറയുന്ന ഇതാണ് നോഡ്. ഓരോ ഡിവൈസസിനും ENB എന്ന് പറയുന്നു. സോ അതിനെ പറയുന്ന മൊത്തത്തിലുള്ള ആ ഒരു കളക്ഷനെ പറയുന്നതാണ് EUTRAN എന്ന് പറയുന്നത്. അടുത്തതാണ് EPC, എക്സ്റ്റെൻഡഡ് പാക്കറ്റ് കോർ എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ വരുന്ന കാര്യങ്ങളാണ് ഹോം സബ്സ്ക്രൈബർ സെർവർ, പാക്കറ്റ് ഡേറ്റ നെറ്റ്വർക്ക്, സെക്യൂറിംഗ് ഗേറ്റ്വേ, മൊബൈൽ മാനേജ്മെൻറ്റ് എൻറ്റിറ്റി ആൻഡ് ലാസ്റ്റ് വൺ ദ പോളിസി കൺട്രോൾ ആൻഡ് ചേഞ്ചിങ് റൂൾസ് ഫങ്ഷൻസ്. ഇത്രയാണ് അതിൽ വരുന്നത്. അതിൽ ഓരോന്നിൻ്റെയും കാര്യങ്ങൾ എന്താണെന്നുള്ളത്. ഫസ്റ്റ് HSS എന്ന് പറയുന്നത് ഇറ്റ് ഡീൽസ് വിത്ത് ഇൻഫർമേഷൻ അബൌട്ട് ഓൾ നെറ്റ്വർക്ക് ഓപ്പറേറ്റേഴ്സ് ആൻഡ് സബ്സ്ക്രിപ്റ്റേഴ്സ്. അടുത്തത് പാക്കറ്റ് ഡേറ്റ നെറ്റ്വർക്ക്, കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഔട്ട്സൈഡ് വേൾഡ്. സെക്യൂറിംഗ് ഗേറ്റ്വേ, ആക്ട് ആസ് എ റൂട്ടർ. ആൻഡ് മൊബൈൽ മാനേജ്മെൻറ്റ് എൻറ്റിറ്റി, ഇറ്റ് കൺട്രോൾസ് ഹൈ ലെവൽ ഓപ്പറേഷൻസ് ഓഫ് മൊബൈൽ. ലാസ്റ്റ് വൺ പോളിസി കൺട്രോൾ ആൻഡ് ചേഞ്ചിങ് റൂൾസ് ഫങ്ഷൻസ്. പോളിസി കൺട്രോൾ ഡിസിഷൻ മേക്കിംഗ് ആണ് അത് ചെയ്യുന്നത്. ഇനി അതിൽ വരുന്നൊരു കാര്യമാണ് ടൂൾസ് ഫോർ LTE ഡയമെൻഷനിങ്. നമ്മുടെ LTEൻ്റെ ഡയമെൻഷൻ ചെയ്യാനുള്ളൊരു ടൂളാണ്. ഓക്കെ, അതൊരു എക്സൽ ബേസ്ഡ് ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ആണ്. അതിനകത്ത് നമുക്കുള്ള കാര്യങ്ങൾ ഇൻപുട്സ് ഉണ്ടാവും, ടേബിൾസ്, റേഡിയോ ലിങ്ക് ബഡ്ജറ്റ്, കപ്പാസിറ്റി ഇവാലുവേറ്റർ, ട്രാഫിക് ഫോർകാസ്റ്റ്, ഡയമെൻഷനിങ് ഔട്ട്പുട്ട്, വേർഷൻ ആൻഡ് ഹിസ്റ്ററി ഓഫ് ചേഞ്ച്. ഇത്രയും കാര്യങ്ങളാണ് LTEയിൽ നമ്മൾ ഡയമെൻഷൻ ചെയ്യുന്ന ആ ടൂൾസിനകത്ത് ഉണ്ടാവാറ്. ഓക്കെ, LTE എന്ന് പറയുമ്പോൾ ഇപ്പോൾ ലോങ് ടൈം ഇവാലുവേഷൻ, അത് നോർമലി യൂസ് ചെയ്യുന്നത് എന്തിനാണ്? നമ്മുടെ സ്പീഡ് ഇവാലുവേറ്റ് ചെയ്യുന്നതാണ്. 4G എന്നുള്ള പേരാണ് ഇപ്പോൾ അത്. 4G അല്ലെങ്കിൽ
VOLT എന്ന് പറയുന്നത് വോയിസ് ഓവർ ലോങ് ടൈം ഇവാലുവേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ വോയിസിനായിരിക്കും നമ്മൾ കുറച്ചുകൂടി സ്പീഡ് ഓഫ് ഇത് കൊടുത്തിട്ടുണ്ടാവുക. LTE നോർമലി പറയുന്നത് ഇൻ്റർനെറ്റിൻ്റെ സ്പീഡിനെ മെഷർ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് LTE എന്ന് പറയുന്നത്.